നോക്കിയാൽ വിവിധ വർണ്ണങ്ങളിലുള്ള പുറന്തോടുള്ള ഭീമൻ ആമ. എന്നാൽ ഈ ആമ ശില്പത്തിന് പിന്നിൽ വലിയൊരു ഉദ്യമമുണ്ട്. കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് തങ്ങളുടെ വീടുകളിൽ നിന്നും മറ്റു വീടുകളിൽ നിന്നുമൊക്കെ ശേഖരിച്ച പാഴ്വസ്തുക്കളാണ് ഈ നിർമ്മിതിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. 2000-ലധികം ഉപയോഗശൂന്യമായ ചെരുപ്പുകളും 400-ലധികം ബാഗുകളും ഈ ശില്പത്തിനായി ഉപയോഗിച്ചു. കുട്ടികളും രക്ഷിതാക്കളും എത്തിച്ച ബാഗുകളും ചെരുപ്പുകളും തികയാതെ വന്നപ്പോൾ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും ബാക്കിയുള്ളവ ശേഖരിച്ചു. ശില്പത്തിന്റെ അടിത്തറ നിർമ്മിച്ചത് ചെരുപ്പുകളും മണ്ണും സിമന്റും ഉപയോഗിച്ചുള്ള മഡ് പ്ലാസ്റ്ററിങ്ങിലൂടെയാണ്. തുടർന്ന് ബാഗുകൾ, ചെരുപ്പുകൾ എന്നിവ ചേർത്ത് ശില്പം നിർമ്മിച്ചു. നിർമ്മിതിക്കായി തെർമോക്കോളും പെട്രോളും ഉപയോഗിച്ചുള്ള പശ മാത്രമാണ് ഉപയോഗിച്ചത്. ഒരാഴ്ച കൊണ്ടാണ് കലാകാരന്മാരായ സജി പൂതപ്പാറ, PG ബാബു എന്നിവർ ചേർന്ന് നിർമ്മിതി പൂർത്തീകരിച്ചത്. ഗവൺമെൻറ് LP സ്കൂൾ പുഷ്പഖണ്ഡത്തിൽ സ്റ്റാർസ് പ്രീ പ്രൈമറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 30ഓളം തീമുകൾ 13 ഇടങ്ങളിലായിട്ട് ക്രമീകരിച്ചുകൊണ്ടുള്ള നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിക്കുകയാണ്. ആ സമയത്താണ് സ്കൂൾ അധികൃതരുടെയും PTA ഒക്കെ ഒരു നിർദ്ദേശം അനുസരിച്ച്, അവരുടെ ഒരു അഭ്യർത്ഥന അനുസരിച്ച് വ്യത്യസ്തമായ ഒരു മെസ്സേജ് കുട്ടികൾക്കും സമൂഹത്തിനും നൽകത്തക്ക രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം വേണമെന്ന ഒരാവശ്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനെയൊരു ആമ ശില്പത്തിന് രൂപം നൽകിയത്. ഇതിൽ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്ട് 400ഓളം ബാഗുകൾ, സ്കൂൾ ബാഗുകളും മറ്റു ബാഗുകളൊക്കെ ഉൾപ്പെടുന്ന 400ഓളം ബാഗുകളും 2000-ലധികം ചെരുപ്പുകളും ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരാഴ്ചത്തെ വർക്കാണ്. സ്കൂൾ കുട്ടികൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന, കുട്ടികളും PTA ഒക്കെ ചേർന്ന്, അധ്യാപകരൊക്കെ ചേർന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ബാഗുകളും, അതോടൊപ്പം അത് തികയാതെ വന്നപ്പോൾ ഞങ്ങൾ നെടുങ്കണ്ടം പഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും ബാഗുകൾ, ചെരുപ്പുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അതെല്ലാം കൂടി ചേർത്താണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ ശില്പത്തിന് പുറമെ വ്യത്യസ്തങ്ങളായ നിരവധി നിർമ്മിതികളും കുട്ടികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. കൈരളി ന്യൂസ്.